ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് എനിക്ക് തന്ന സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഏവരെയും ജീവ നീർവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ജീവ നീർവ ടീമിൻ്റെ ഹൃദ്യമായ നവോത്സവാശംസകൾ നേരുന്നു. കർത്താവ് ഈ വർഷത്തെ അനുഗ്രഹപൂർണവും ചൈതന്യപൂർണവും വിജയപ്രദമാക്കി തീർക്കട്ടെ എന്നാശംസിക്കുന്നു. നമുക്ക് ഇന്ന് പുതുവർഷത്തിന് അനുയോജ്യമായ ഒരു ആലോചന പറയണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ദൈവസ്ഥൽ പ്രാർത്ഥിച്ചും കഴിഞ്ഞ നാളുകളൊക്കെ ദൈവസ്ഥലിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് മുൻപ് വളരെ പ്രാർത്ഥനയിൽ ഞാൻ സമയം ചെലവഴിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയാന്തരഭാഗത്ത് ശക്തിയായി പ്രവർത്തിച്ച, ശക്തിയായി എന്നെ ഉണർത്തിയ ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇച്ചിരി അല്പം കട്ടിയുള്ളതായിരിക്കാം, എന്നാലും നമുക്ക് കട്ടിയുള്ളത് വേണമല്ലോ. യൂദായുടെ ലേഖനം 3-ാം വാക്യമാണ് ഞാൻ അതിനായി എടുക്കുന്നത്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. വളരെ ചെറിയ ഒരു ലേഖനമാണ് യൂദായുടേത്. കർത്താവായ യേശുവിൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ യൂദയാണല്ലോ ഈ ലേഖനം എഴുതിയത്. ഏതാണ്ട് 25 വാക്യങ്ങളേ ഉള്ളൂ, എങ്കിലും ഒരു ബോംബ് ഷെല്ല് പോലാണ് ആ ലേഖനം അനുഭവപ്പെടുന്നത്. അതിലുടനീളം നിസ്സാരമായ കാര്യങ്ങളല്ല, ഗഹനമായ ഗൗരവമായ, പ്രത്യേകിച്ച് ഈ കാലത്തിന് തികച്ചും പ്രസക്തമായ കാര്യങ്ങൾ അവിടെ കാണാം. വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് മാത്രം, ഇവിടെ മാത്രമേ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം എന്ന വാക്ക് കാണുന്നുള്ളൂ. അപ്പോൾ യൂദാ ലേഖനം എഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ അതിന് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാനാണ് താൻ പ്ലാൻ ഇട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വഴിതിരിച്ചു വിട്ടു. അപ്പോൾ എന്നിട്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തെക്കുറിച്ച്, അതിനുവേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിക്കുവാൻ, ആഹ്വാനം ചെയ്യുവാൻ യൂദയ്ക്ക് നിയോഗം ലഭിച്ചു. അങ്ങനെ താൻ ഈ ലേഖനം എഴുതി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം? അതിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ട് നാം അതിനു വേണ്ടി പോരാടണം? മാത്രമല്ല, എങ്ങനെയാണ് പോരാടേണ്ടത് എന്നൊക്കെ ആ ലേഖനത്തിൽ, ചെറിയ ലേഖനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന കാണാം. അല്പമായി ആ ഭാഗങ്ങൾ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവകൃപ പകരപ്പെടും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. പറഞ്ഞല്ലോ, ആമുഖമായി തന്നെ പറഞ്ഞല്ലോ, ഈ ഭാഗത്ത് മാത്രമേ ആ വാക്ക് കാണുന്നുള്ളൂ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. എന്താണത്? അത് പൊതുവിശ്വാസമല്ല, രക്ഷയ്ക്കുള്ള വിശ്വാസമല്ല, കുറേ വേദശാസ്ത്രപരമായ കുറേ ചിന്തകളോ വ്യാഖ്യാനങ്ങളോ അല്ല. പിന്നെ അതെന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കർത്താവിൽ തുടങ്ങി, കർത്താവ് താൻ പറഞ്ഞതും അപ്പോസ്തലന്മാരാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നതുമായ ദൈവവചനത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളാണ്, അല്ലെങ്കിൽ സഭയെ രൂപപ്പെടുത്തി കർത്താവിൻ്റെ സ്ഥലം കൊണ്ടെത്തിക്കുന്നത് വരെയുള്ള ദൈവവചനത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളാണ് അത് എന്ന് ഞാൻ മാത്രമല്ല, വേദപണ്ഡിതന്മാർ ഒക്കെ അഭിപ്രായപ്പെടുന്നു.
അപ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം ദൈവവചനത്തിലെ ദൈവാത്മാവ് ദാനമായി തന്ന ഉപദേശ സത്യങ്ങളാണ്. ചിലപ്പോൾ ചില വ്യാഖ്യാനത്തിൽ അതിന് വ്യത്യാസം വന്നേക്കാം. മനുഷ്യൻ്റെ വ്യാഖ്യാനമനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. എന്നാൽ അടിസ്ഥാനപരമായ സത്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അതിനു വേണ്ടി പോരാടണം? യൂദായുടെ കാലത്ത് തന്നെ അത് ആവശ്യമായി വന്നെങ്കിൽ ഇക്കാലത്ത് അതിനേക്കാൾ എത്രയോ അടിയന്തരമായ ആവശ്യം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതിനുവേണ്ടി പോരാടേണ്ടത് എന്ന് 4-ാം വാക്യത്തിൽ, തൊട്ടടുത്ത വാക്യത്തിൽ കർത്താദാസൻ പറയുന്നുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. എന്തുകൊണ്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നുള്ളതിന് വ്യക്തമായ കാരണം യൂദാ പറയുന്നു. ഇത് നമ്മുടെ പരിഭാഷ അല്ലെങ്കിൽ നമ്മുടെ മലയാളം ബൈബിൾ കുറഞ്ഞത് 100 വർഷത്തിലധികം പഴക്കമുള്ള ഭാഷയാണ്. ആധുനിക ഭാഷയിൽ വിവർത്തനം ചെയ്ത POC ബൈബിൾ ഞാൻ നോക്കി. അതിൽ ഞാൻ വായിക്കാം. പണ്ട് തന്നെ 4-ാം വാക്യം, പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ചില ദുഷ്ട മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ദുഷ്ട മനുഷ്യർ എന്നാണ്. അവർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. പഴയ ഭാഷാന്തരത്തിൽ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. രണ്ടും ശരിയാണ്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും, നോക്കണം, ഇന്നത്തെ കാലത്ത് ഞാൻ പറയാതെ തന്നെ വ്യാജോപദേശങ്ങളുടെ കുത്തൊഴുക്കിലാണല്ലോ നാം കടന്നു പോകുന്നത്. ഇന്ന് ഒരു പ്രത്യേകത നാം കാണുന്നത്, ഇക്കാലത്ത് എവിടെ നോക്കിയാലും ഉപദേശം വേണ്ട. ചിലർ പറയും, എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ഉപദേശം പ്രസംഗിക്കല്ലേ. ചിലരെ യോഗത്തിന് വിളിച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉപദേശം പ്രസംഗിക്കേണ്ട, രക്ഷ മാത്രം പറഞ്ഞാൽ മതി. ഉപദേശമില്ലാതെ രക്ഷ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ രക്ഷയെക്കുറിച്ച് പറഞ്ഞാലും അതിൽ അത്യാവശ്യം ഉപദേശം കൊള്ളിച്ചേ പറയുള്ളൂ. കാരണം ഉപദേശം നാളെ വിളിച്ചില്ലേ വിളിക്കണ്ട. ഇന്ന് ആർക്കും ഉപദേശം വേണ്ട. ന്യൂജൻ ട്രെൻഡ് നാം കാണാമെന്നല്ലോ. എല്ലാം സൗജന്യമാണ്, എന്തും ലൂസ്. ചിലർ പറയാറുണ്ട്, ഞാൻ വീണ്ടും ജനിച്ചു, യേശുവിനെ ഏറ്റു പറഞ്ഞു വീണ്ടും ജനിച്ചു. ശരിയാ, ഏറ്റു പറഞ്ഞു? ഹൃദയം കൊണ്ട് വിശ്വസിച്ചോ? വായി കൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞോ? ഞാൻ കൈപൊക്കി അവർ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഞാൻ ന്യൂജൻ, ഞാൻ ദൈവബദല, പിന്നെ ഉപദേശം വേണ്ട. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവത്തിന് ഏറ്റവും പ്രധാനമാണ് ഉപദേശം. അല്ലെങ്കിൽ ഈ മണ്ടത്തരമൊക്കെ ഈ പുസ്തകത്തിൽ എഴുതി വെക്കണ്ടല്ലോ. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ 21 ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് സഭയുടെ കർത്താവായ സഭ എടുക്കപ്പെടുന്നത് വരെ ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ നിർവഹിച്ചുകൊണ്ടും അവർ പാലിക്കേണ്ട കാര്യങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പറഞ്ഞും കൊണ്ടാണ് ലേഖനമൊക്കെയും എഴുതിയത്. അപ്പോൾ മാത്രമല്ല, ഇടയ ലേഖനങ്ങളിൽ, അതായത് 1, 2 തീമോഥെയോസും തീത്തോസും ആണ് ഇടയ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇടയ ലേഖനങ്ങൾ ഏതാണ്ട് 16 പ്രാവശ്യം
പഥ്യോപദേശം പഥ്യോപദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. മാത്രമല്ല എല്ലാ 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് വ്യക്തമായി പറഞ്ഞു, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്ഥ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതി അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണമെങ്കിൽ തിരുവെഴുത്ത് വേണം. അത് ദൈവസ്വാസ്ഥ്യമായതാണ്. ആ തിരുവെഴുത്ത് എന്ത് ചെയ്യുന്നു? ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന്. അപ്പോൾ ഉപദേശം വിട്ടുള്ള കളികൾ പറയുന്ന എല്ലാവരും, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയുന്നു, ദൈവത്തിൻ്റെ കൃപയെ ദൈവം സൗജന്യമായി നമ്മോട് കാണിച്ച, അല്ലെങ്കിൽ നാം അർഹിക്കാത്ത 2 വാക്കുകൾ ഓർപ്പിക്കാം. കരുണ, കൃപ. വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന 2 പദങ്ങളാണ് കരുണയും കൃപയും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കരുണാസമ്പന്നനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. അതേ അധ്യായത്തിൽ തന്നെ താഴോട്ട് വായിച്ചാൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നും പറയുന്നു. ഈ കരുണയും കൃപയും, കരുണ എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നത് നമുക്ക് തരാത്തതാണ് കരുണ. അല്ലെങ്കിൽ നാം അർഹിക്കുന്ന ന്യായവിധി നമുക്ക് തരാതെ, അർഹിക്കുന്നത് തരാതെ ദൈവം കരുണയാൽ അവൻ്റെ കരുണ നമ്മുടെ മേൽ പ്രദർശിപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപ അർഹിക്കാത്തത് തരുന്നതാണ് കൃപ. നാം അർഹിക്കാത്ത, അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവത്തോട് ശത്രുത്വം കാണിച്ച് അശുദ്ധിയിലും ദൈവനിഷേധത്തിലും ജീവിക്കുന്ന മനുഷ്യർ കൃപയാൽ നമ്മോട് യേശുക്രിസ്തുവിൽ കാണിച്ച് പ്രദർശിപ്പിച്ച അവൻ്റെ അളവറ്റ കൃപയാൽ നമ്മെ രക്ഷിച്ച് നാം അർഹിക്കാത്ത ദൈവത്തിൻ്റെ ആ ധനമെല്ലാം നമുക്ക് തന്ന് നമ്മെ തിരുസനിൽ കൊണ്ട് നിർത്തുവാൻ ഒരുങ്ങുന്ന ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ കരുണയും കൃപയും. അപ്പോൾ ദൈവത്തിന് ഇവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി, അല്ലെങ്കിൽ തങ്ങളുടെ ദുഷ്ട ജീവിതത്തിന് ദൈവകൃപയെ ദുർവിനിയോഗം ചെയ്യുന്ന, POC വഴികളിൽ അത് വ്യക്തമായി കൊടുത്തു. ദുർവിനിയോഗം ചെയ്യുന്ന, ദൈവകൃപയെ ദുർവിനിയോഗം ചെയ്യുന്ന ഭക്തിയില്ലാത്ത മനുഷ്യർ, ദുഷ്ടമനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്ന ആധുനിക കാലത്ത് ധാരാളം ഇങ്ങനെ കാണും. ഞാൻ ഒരാളുടെ പഠിപ്പിക്കൽ വായിച്ചു, ഒരിക്കൽ ഏറ്റു പറഞ്ഞാൽ എന്നേക്കുമായി മരണം വരെയുള്ള പാപങ്ങളെല്ലാം ക്ഷമിച്ചു. ഇങ്ങനെ ഇരിക്കുന്നു. കേൾവിക്ക് രസകരമായി തോന്നാം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ പാപങ്ങളും കുറവുകളും എല്ലാം ഏറ്റു പറഞ്ഞാൽ പിന്നെ മരണം വരെയുള്ള ഇൻഷുറൻസ് പോളിസി ആയത് മാറി. അനേകർ അതിൻ്റെ പുറകെ പോകുന്നത് യുക്തിസഹമാണ്. വേദപുസ്തകത്തിൽ എങ്ങും കാണുന്നില്ല. യുക്തിസഹമാണ്, അത് വലിച്ചു നീട്ടുന്നു. അത് വേറെ ചിലർ, ഞാൻ ഈ ദിവസങ്ങളൊക്കെ അങ്ങനെ പലതും കേൾക്കാറുണ്ട്. ഈ ഇടയ്ക്ക് ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ പ്രവചന സ്കൂൾ തുടങ്ങിയിരിക്കുക, പ്രവചനം പഠിപ്പിക്കുന്ന. നോക്കിക്കോണം. മാത്രമല്ല അന്യഭാഷ പഠിപ്പിക്കുന്ന പരിപാടി. അതുമാത്രമല്ല ഒരാൾ രംഗത്ത് നടത്തിപ്പോയാൽ നിർദ്ദേശിക്കാം, നമുക്കെല്ലാവർക്കും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന എന്തെല്ലാം പരിപാടികൾ. അതായത് ഈ ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ആഗ്രഹിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തമുള്ള ഇടച്ച സഹിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ലോകവും വേണം, കർത്താവും വേണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകും. ഒരു കഥ കേട്ടിട്ടുണ്ട്. ധനവാന്റെയും ലാസറിൻ്റെയും കഥ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ അവരെ ക്ലാസ്സിൽ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവരിൽ ആരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചു ബിരുദൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഭൂമിയിൽ ധനവാനെ പോലെ സ്വർഗത്തിൽ ലാസറിനെ പോലെ ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു.
ഇന്ന് അതേ മനോഭാവമാണല്ലോ. ഭൂമിയിൽ ധനവാനെ പോലെ, സ്വർഗത്തിൽ ലാസറിനെ പോലെ. പിശാച് തന്ത്രപരമായി അനേകരെ വഞ്ചിച്ച്, അനേകരെ വശീകരിച്ച് ദൈവകൃപയെ ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ആധുനിക തലമുറയിൽ അത് വ്യാപകമായിരിക്കുന്നു. ജീവിത വിശുദ്ധി വേണ്ട, ഉപദേശ വിശുദ്ധി വേണ്ട, ക്രമീകരണം വേണ്ട, നിയന്ത്രണം വേണ്ട, അധികാരവാദങ്ങളൊന്നും വേണ്ട. സർവതന്ത്ര സ്വതന്ത്രരായി അങ്ങ് വിഹരിക്കാം, എന്തും ചെയ്യാം. ദൈവം കൃപാലുവല്ലേ, ദൈവം സ്നേഹമല്ലേ, ദൈവം മനസ്സിലുള്ളവനല്ലേ. അതൊക്കെയാണ്. പക്ഷേ ദൈവം എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ എഴുതി, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, അത് പലരും പഠിപ്പിക്കുകയില്ല. മാത്രമല്ല, ഞാൻ വഴി മാറിപ്പോകുന്നു, തിരിച്ചു വരട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ ദുഷ്ട ജീവിതത്തിന് ഹേതുവാക്കുന്ന വഞ്ചകന്മാരായ ഉപദേശങ്ങൾ നിറയുകയും അനേകർ അതിൻ്റെ പുറകെ പോകുകയും വഞ്ചിക്കപ്പെടുകയും പരമാർത്ഥമായി വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ യൂദായുടെ ആ ലേഖനം അന്നത്തേക്കാൾ ഇന്ന് പ്രസക്തമാണെന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി സദൃശവാക്യത്തിലൊരു വാക്യം നമുക്ക് കാണാം, നീ സത്യം വിൽക്കുകയല്ല വാങ്ങുകയത്രേ വേണ്ടത്. സത്യത്തെ വിൽക്കാതെ, സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന, സത്യത്തിൽ നിലനിൽക്കുന്ന, യേശുവാകുന്ന സത്യത്തെ ഉള്ളതുപോലെ വെളിപ്പെടുത്തുന്ന അനേക വിശുദ്ധന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ദൈവമക്കൾ ഇതാങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇനി നുഴഞ്ഞുകയറ്റക്കാർ വന്നെന്ന് പറഞ്ഞല്ലോ, അവർ ദുഷ്ട ജീവിതത്തിന് കൃപയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, വളച്ചൊടിക്കുന്നു. എല്ലാം കൃപയാൽ, എല്ലാം കൃപയാൽ, എല്ലാം കിട്ടും. കൃപയാൽ സകലവും കിട്ടും. ഇന്നത്തെ പഠിപ്പിക്കൽ വിവരിക്കാൻ പോയാൽ അതിന് തന്നെ മണിക്കൂർ വേണം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പൊതുവിൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്താണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം എന്ന് നാം ചിന്തിച്ചു. ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നാണ് യൂദാ പറയുന്നത്. എന്തുകൊണ്ട് പോരാടണം എന്ന് പറഞ്ഞു? അഭക്തരായ മനുഷ്യർ അല്ലെങ്കിൽ ഭക്തികെട്ട മനുഷ്യർ നുഴഞ്ഞു വന്ന് അവർ കർത്താവിനെ നിഷേധിക്കുന്നു. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം പിന്നാലെ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം എങ്ങനെയും കാശുണ്ടാക്കുക, ലോകത്തിന് പേരുണ്ടാക്കുക, ലോകത്തിന് നല്ല സ്ഥാനം നേടുക, ഈ ലോകത്തിൻ്റെ അംഗീകാരം നേടുക എന്നല്ലാതെ കർത്താവായ യേശു കഷ്ടം സഹിച്ചതിനെക്കുറിച്ചോ അവൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവൻ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ കാണാം, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും തങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. ഇന്ന് പ്രസംഗിക്കുന്ന യേശു ചെപ്പടി വിദ്യക്കാരനാണ്. ഇന്ന് പ്രസംഗിക്കുന്ന യേശു പണം തരുന്നവനാണ്. ഇന്ന് പ്രസംഗിക്കുന്ന യേശു ലോകത്തിൽ പേര് തരുന്നവനാണ്. കൂടുതലും ലോകത്തിന് അംഗീകാരം തരുന്നവനാണ്. അല്ലാതെ പാപത്തിന് പരിഹാരം വരുത്തിയ യേശുവിനെ കുറിച്ച് ഇന്ന് പ്രസംഗിക്കാൻ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. ഇനി സന്ദർഭവശാൽ ഞാൻ പറഞ്ഞോട്ടെ, മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? വാസ്തവം പറഞ്ഞാൽ ദാരിദ്ര്യമോ രോഗമോ കഷ്ടതയോ ഏകാന്തതയോ ഇതൊന്നുമല്ല മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം. പണമില്ലായ്മയുമല്ല. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പാപമാണ്. പാപമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം. ഏക മനുഷ്യാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തിയ ഏക വ്യക്തി കർത്താവായ യേശു മാത്രം. യേശു ക്രൂശിക്കപ്പെട്ട, അതിനാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. നാം പാപം സംബന്ധിച്ച് മരിച്ച്
നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. പൗലോസ് പിന്നെയും പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ഇച്ഛിച്ചു എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു. ഇന്ന് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കാൻ നേരമില്ല. ക്രൂശിക്കപ്പെട്ട പാപത്തിന് പരിഹാരം വരുത്തിയ അവനിൽ വീണ്ടെടുക്കലും പാപമോചനവും ഉണ്ട്. അവനിൽ അല്ലാതെ മറ്റൊരുത്തരിലും രക്ഷയില്ല. ഈ ലോകത്തിലെ രക്ഷയല്ല. പിന്നെയോ നിത്യമായൊരു വാസം യേശുവിനോടുണ്ട്. ക്രിസ്തു യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, നിത്യതയുള്ളൂ, വീണ്ടെടുപ്പുള്ളൂ എന്ന് പ്രസംഗിക്കാത്ത ആരും, പഠിപ്പിക്കാത്ത ആരും കർത്താവിനെ നിഷേധിക്കുന്നവരാ. വാഗുണ്ടോ പറയും എൻ്റെ കർത്താവെന്ന്, എന്നാൽ പ്രവൃത്തി കൊണ്ട് അവനെ നിഷേധിക്കുന്നു. അങ്ങനെയുള്ള അപക്വരായ മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി ദൈവജനം എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. പോരാടുവാൻ അതിനുവേണ്ടി എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ആ വന്ന ആളുകളെ കുറിച്ച് ചില കാര്യങ്ങൾ യൂദാ തന്നെ പറയുന്നത് നമുക്കവിടെ കാണാം. അവരുടെ ലക്ഷണം 2-3 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. പാപം ചെയ്ത ദൂതന്മാർ, സോദോം ഗൊമോറ ഒക്കെ ദൃഷ്ടാന്തങ്ങൾ യൂദാ അവിടെ പറഞ്ഞു. എന്നിട്ട് പ്രധാനമായി അവരുടെ സ്വഭാവം സംഗ്രഹിച്ചിട്ട് 3 പേരെ അവർ അനുകരിക്കുന്നു എന്നും പറഞ്ഞു. 11-12 വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 11-ാം വാക്യത്തിൽ നമുക്കത് കാണാം. അവർക്കയ്യോ കഷ്ടം, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരകിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. പഴയ നിയമത്തിലെ 3 പ്രധാന ഫിഗേഴ്സാണ്, 3 കഥാപാത്രങ്ങൾ ആണ് ഇവിടെ സൂചിപ്പിച്ചത്. കയ്യിൻ്റെ വഴിയിൽ നടക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കിയ വഞ്ചകന്മാർ എന്ന് പറഞ്ഞിട്ട് അവരാരാണ്, എങ്ങനെയുള്ളവരാണെന്ന് തെളിച്ചു പറയുന്നു. 1, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുന്നവർ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദ്യ ഭാഗങ്ങൾ തന്നെയുണ്ട്. കയ്യിൽ അവനും ആരാധിക്കുന്നവനാ, പക്ഷേ അവന് തോന്നിയ പോലെ ആരാധിക്കുള്ളൂ. സ്വേച്ഛാരാധനക്കാരൻ. ഒന്നുകൂടെ പറയുന്നു, സ്വേച്ഛാരാധനക്കാരൻ. അവന് തോന്നിയ പോലെ ആരാധിക്കുള്ളൂ. അവന് തോന്നിയ പോലെ, അവൻ്റെ ഇഷ്ടം പോലെ. ഒരു പ്രവചനത്തിലൊരു വാക്യമുണ്ട്, എൻ്റെ ന്യായപ്രമാണം 10,000 കൽപ്പനയായി അവർക്ക് എഴുതി കൊടുത്താലും അത് അപൂർവ കാര്യമായി എണ്ണപ്പെടുന്നു. ദൈവവചനം എത്രയുണ്ടെങ്കിലും തങ്ങൾക്ക് തോന്നിയത് മാത്രമേ അവർ പഠിപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞു കൊലോസ്യരെല്ലാം 1-ാം അധ്യായത്തിൽ, ഏതു മനുഷ്യൻ അവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നതിൽ ഏതു മനുഷ്യയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവൻ്റെ വചനത്തെ, ക്രിസ്തു യേശുവിനെ പ്രസന്റ് ചെയ്യാതെ മറ്റുള്ള എല്ലാം എന്ത് ചെയ്താലും അവർ കയ്യിൻ്റെ വഴി നടക്കുന്നവന്. അവന് തോന്നിയ പോലെ ആരാധിക്കും. അവന് നിയമം പ്രശ്നമല്ല, അവന് പ്രമാണം പ്രശ്നമല്ല. അവന് ഇടുന്നത് ആ ചട്ടം, അതിന് അനുയോജ്യമായി അവൻ്റെ വ്യാഖ്യാനവും ഉണ്ടാക്കും. മാത്രമല്ല, അടുത്ത് വേറെ ഒരുത്തനെ നമുക്ക് കാണാം. ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും, സംഖ്യാപുസ്തകത്തിൽ മിസ്രൈമിൽ നിന്ന് വന്ന ഇസ്രായേൽ മക്കളെ ശപിക്കാൻ ബിലയാമിനെ ബാലാക്ക് വിളിച്ചു വരുത്തത് നമുക്ക് കാണാമല്ലോ. ആ ബിലയാം കാശിന് വേണ്ടി ദൈവം അവനോട് 2 പ്രാവശ്യം പറഞ്ഞു, അല്ലെങ്കിൽ 1 പ്രാവശ്യം അവനോട് വിലക്കി, പിന്നെയും നിർബന്ധിത അനുവാദം വാങ്ങിച്ചവൻ പോയി. വഴിക്ക് ദൈവത്തിന് ദൂതൻ അവനെ തടുത്തു. ഇത് നിനക്കിഷ്ടമല്ലേ, ഞാൻ തിരിച്ചു പോകാമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമില്ലാതെ വാ കൊണ്ട് പറഞ്ഞു. ഇല്ല, നീ പൊക്കോ എന്ന് ദൈവം പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോൾ അവൻ ശപിക്കാൻ വായി തുറന്ന അവൻ്റെ വായിൽ ദൈവം അനുഗ്രഹം കൊടുത്തു.
ശപിക്കാൻ പറ്റിയില്ല. ശപിക്കാൻ വാ തുറക്കും, പക്ഷേ വായിൽ കൂടെ വരുന്ന അനുഗ്രഹം മാത്രം ദൈവം ചെയ്തതാണ്. ഒടുവിൽ ഒന്നും നടക്കുന്നില്ല. പോരാൻ നേരത്ത് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിച്ചാൽ നമുക്ക് കാണാം, പോരാൻ നേരത്ത് ഒരു കൊച്ചു ഉപദേശവും ബാലാക്കിനെ കൊടുത്തേച്ചു പോന്നു. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പെൺപിള്ളേരെ ഇറക്കി വിട്ടു, ഇവനെ എല്ലാം അവൻ്റെ ശക്തി ക്ഷയിക്കാം. അവൻ നോക്കിയോ പറഞ്ഞു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഇസ്രായേലിൻ്റെ തിന്മ കാണുവാനില്ല. അവരെ രാജാവ് ഒരു മദ്യമുണ്ട്, രാജകോലാഹലമുണ്ട്. അവനെതിരെ ലക്ഷണവിധി ആഭിചാരം ഒന്നും ഫലിക്കുകയില്ല. തനിച്ചു പാർക്കുന്ന ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടത്തില്ല. അയ്യോ, അവർ വിശുദ്ധരാണ്, അവർ നിർമ്മലരാണ്, അവർ ദൈവത്തിൻ്റെ ജനമാണ്. ഒരു വിദ്യയും അവരോട് പറ്റത്തില്ല. അവന് കാര്യം മനസ്സിലായി, ഒറ്റ വിദ്യയെ ഫലിക്കത്തുള്ളൂ. പെമ്പിള്ളേരെ ഇറക്കി വിട്ടേരെന്ന് ബാലാക്കിനെ ഉപദേശിച്ചു. എന്നിട്ട് കാശും വാങ്ങിച്ചോണ്ട് കൂലി വാങ്ങിച്ചോണ്ട് അവൻ പോയി. ഇസ്രായേലിൽ വലിയ സംഹാരം ഉണ്ടാകാൻ, അവരുടെ വിശുദ്ധി നഷ്ടപ്പെടാൻ, അവർ വലിയ സംഹാരം ഉണ്ടാകാനാണ് ദുർനടപ്പ് കാരണമായി. അവസാനം അഹരോൻ്റെ മകനായ എലയാസാറിൻ്റെ മകൻ ഫിനെഹാസ് സന്ദർഭത്തിന് ഒത്തുവരുന്ന മോശയും അഹരോനുമൊക്കെ ഇത് ഈ കർത്തവ്യത മൂഢരായിരിക്കുമ്പോൾ അവർ രണ്ടുപേര്, അവൻ ഒരുത്തൻ എഴുന്നേറ്റ് ഒരു കുന്തവും കൊണ്ട് എഴുന്നേറ്റു, രണ്ടെണ്ണത്തിനെ ശരിയാക്കി. ബാധ നിന്നു. അതുപോലെ ആയുധം പ്രയോഗിക്കാനല്ല, ദൈവവചനമാകുന്ന വാൾ ഉപയോഗിച്ച് ഈ ദുരുപദേശത്തിനെതിരെ നിൽക്കുവാൻ ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ ദൈവസഭയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടേനെ. മാത്രമല്ല, അപ്പോൾ ബിലയാമിൻ്റെ അവർക്ക് വിഷയം പണമാണ്, കാശ്. എന്ത് ചെയ്താലും പണം. എന്തുപദേശവും പറയും, സൗകര്യം പോലെ ഉപദേശം മാറ്റും. ഇന്നലെ ഒന്ന് പറയും, ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. എന്നാൽ അത് സ്ഥിരതയൊന്നുമില്ല, കാരണം കാശ്. അങ്ങനെയുള്ള വലിയൊരു സമൂഹത്തെ, വലിയൊരു കൂട്ടത്തെ നമുക്ക് ആത്മീയ മണ്ഡലത്തിൽ കാണാമല്ലോ. വേറെ ഒരു പാർട്ടി, കോരഹൻ്റെ മത്സരം മോശയ്ക്കെതിരെ, അതും സംഖ്യാപുസ്തകത്തിലുണ്ട്. 250 പേരെ കൂട്ടി ഒരു വലിയ ഒരു ഗ്രൂപ്പുണ്ടാക്കി അവരുടെ നേതാവായി ദൈവ നടത്തിപ്പിന് വിരുദ്ധമായി മത്സരിച്ചു. അവസാനം മാനസാന്തരപ്പെടാൻ അവന് സമയം കൊടുത്തു, എന്നിട്ടും കേട്ടില്ല. ഭൂമി പിളർന്ന് എല്ലാം താഴോട്ടിറങ്ങി. നോക്കണം, ഭൂമി പിളർന്ന് എല്ലാം താഴോട്ടിറങ്ങി. മത്സരത്തിൽ നശിച്ചു ഒന്ന് മത്സരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലം. വിശുദ്ധന്മാരാണെന്ന് പറയും, പക്ഷേ മത്സരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലം. ആരെയും അനുസരിക്കത്തില്ല, ദൈവത്തെ അനുസരിക്കുകയില്ല, ദൈവവചനത്തെ അനുസരിക്കത്തില്ല, പരിശുദ്ധാത്മനെ അനുസരിക്കുകയില്ല, ദൈവിക നടത്തിപ്പിനെ അനുസരിക്കുകയില്ല. സർവത്ര അനുസരണക്കേണ്ട മക്കളായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ലക്ഷണം. വിശുദ്ധന്മാർക്ക് ഇങ്ങനെയുള്ള മനുഷ്യർ നൊഴിഞ്ഞു വന്നിരിക്കുക. അവർ മറ്റു ചില സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് നമുക്ക് അടുത്ത വീഡിയോ ഒത്തിരി ദീർഘമായി പോകും, അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അത് ചിന്തിക്കാവുന്നതാണ്. ഞാൻ ഇതിവിടെ നിർത്തട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, എന്തുകൊണ്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് കർത്താവ് ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ ഓർപ്പിക്കുന്നത് ഞങ്ങൾ അല്പസമയം ചിന്തിച്ചു. നാഥ, ഞങ്ങൾ അഭക്തരോ, ഞങ്ങളുടെ കർത്താവിനെ ജീവിതം കൊണ്ട് തള്ളിപ്പറയുന്നവരോ, നാഥ, കൈയിൻ്റെയും ബിലയാമിൻ്റെയും കോരയിൻ്റെയും വഴിയിൽ നടക്കുന്നവരോ ഒന്ന് ചിന്തിച്ച് ഞങ്ങളുടെ പിന്നെ മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.